അല്ലല്ലോ. ആണെങ്കിൽ പിന്നെ ഞാൻ അവിടെ കൊടി കെട്ടിക്കുമോ പാലായിൽ? ആണെങ്കിൽ അവിടെ തന്നെ ഞങ്ങളുടെ വിളംബര ദൈവം തെളിക്കുമോ? അല്ലെ അങ്ങനെ ബഹിഷ്കരിക്കുവാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ പങ്കെടുക്കുന്നവരുടെ നിങ്ങളാരും പോകണ്ടെന്ന് പറയലേ. അങ്ങനെ ബഹിഷ്കരിക്കുന്നില്ല. ഇത് മോൻസ് ജോസഫ് നയിക്കുന്ന ജാഥയല്ല, ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി നയിക്കുന്ന ജാഥയായതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എപ്പോഴും അതിനകത്തുണ്ടാവും. ഏതാ അവിടെ കയറി ചെന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല അതെനിക്ക് അല്ല ഏതാ സതീശൻ പറയല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ല വേണ്ട, നമ്മളെ ഈ പേടിക്കേണ്ടവരെ പേടിക്കണം. ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. അതായത് പാലാ യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് ശരിയായില്ല, എന്നെ പങ്കെടുപ്പിച്ചത് ശരിയായില്ലെന്ന് മാണി സി കാപ്പൻ MLA അദ്ദേഹം വിളിച്ചു പറഞ്ഞു. മാണി സി കാപ്പൻ അതുപോലെ എന്നെ വിളിച്ചു പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഞാൻ കണ്ടിരുന്നു, അദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു. മോൻസിന് മാത്രം ഒരു അസ്വസ്ഥത. ഞാൻ പറഞ്ഞു ലീഡറെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മാറുന്നതുവരെ അല്ലെങ്കിൽ ഞങ്ങളെ UDF ഔദ്യോഗിക കക്ഷിയാക്കുന്നത് വരെ UDF യോഗത്തിന് കയറിയിരിക്കാവുന്ന അവസരം വരെ ഞാൻ മറന്നേക്കാം. എനിക്ക് എയ്ഡ്സും ഇല്ല, ഈ പറഞ്ഞ പോലെ എന്നാ പറയുക കുഷ്ഠവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ മാറി നിന്നേക്കാം. ഇനിയിപ്പോൾ നല്ല എയ്ഡ്സോ കുഷ്ഠമോ വല്ലതും ഉണ്ടോ എന്ന് പുള്ളിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊടുക്കുക. അങ്ങനെയുള്ള എൻ്റെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അതില്ലാത്ത കാലം എനിക്ക് പങ്കെടുക്കാം. അല്ല ചിലപ്പോൾ പകരുമെന്നാണ് പറയുന്നത്. കൊതുക് കുത്തിയാൽ മതി. എയ്ഡ്സ് രോഗി കുത്തി ഞാനും മോൻസും അടുത്തിരിക്കുമ്പേ ഞാൻ എയ്ഡ്സ് രോഗി എന്നെ കുത്തിയ കൊതുക് മോൻസിനെ കുത്തിയ ചിലപ്പോൾ അങ്ങനെ പിടിക്കും. വേദിയിൽ ഞാനില്ല. ഞാൻ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരോ ഈ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റോ ഒന്നും പങ്കെടുക്കുന്നില്ല. ബാക്കി ഞങ്ങളുടെ പ്രവർത്തകരോടൊക്കെ വേദിയിലാരും ഇല്ല. അവരൊക്കെ പോയി സതീശന് അഭിവാദ്യം അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉവ്വ ഈ ജില്ലാ നേതൃത്വം UDF യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ നേതൃയോഗത്തിലോ സംസ്ഥാന നേതൃയോഗത്തിലോ നുഴഞ്ഞു കയറാൻ ഞാൻ ശ്രമിച്ചില്ല. പല നിയോജകമണ്ഡല നേതൃയോഗത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ഞാൻ ശ്രമിച്ചില്ല. എന്നെ നിയോജകമണ്ഡലം ചെയർമാൻ വിളിച്ചതനുസരിച്ച് ഞാൻ പോയി പങ്കെടുത്തത്. എൻ്റെ മര്യാദ. വിളിച്ചപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ അത് അഹങ്കാരമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ ചെന്നു. ഈ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്, വേറെ തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ വിമർശനം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ വിമർശനമൊക്കെ ഉണ്ടാവും. വിമർശനമല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യം എനിക്ക് പറഞ്ഞാൽ മതിയാവും. എന്തുകൊണ്ട് UDF നേതൃത്വം വിട്ടു എന്ന് ചോദിച്ചാൽ അത് പറയാൻ ഞാൻ മരണം വരെ അത് പറയാനുള്ള ആരോട് ചോദിച്ചാൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് പറയാൻ ബാധ്യസ്ഥന. കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിനെ എതിരെ ഞാൻ വർത്തമാനം പറഞ്ഞു. കാര്യം കുറേ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ മഞ്ഞക്കടമ്പ മാണി ഗ്രൂപ്പിൽ ചേരുവാണെന്ന് ചോദിച്ചു. പിന്നെ അപ്പം അതിന് മറുപടി പറയണ്ടേ? അതിന് മറുപടി ഞാൻ പറയണ്ടേ? മാണി ഗ്രൂപ്പിൽ ചേരുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. റോഷി അഗസ്റ്റിൻ അന്ന് ഞാനും റോഷി അഗസ്റ്റിനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി സാറിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ്, പോരാടിയ ആ കൂട്ടത്തിൽ ഏറ്റവും പോരാടിയ റോഷിക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഒന്നുമല്ല, പാർട്ടിക്ക് രണ്ടാമത് സീറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. മോൻസ് അതിനകത്ത് ഇടപെടാൻ പറ്റും. രണ്ടാമത് സീറ്റ് ഉണ്ടോ എന്നുള്ളൊരു ദൂരം ജാഥ കഴിഞ്ഞതിന് ശേഷം. അല്ല ഇത് എൻ്റെ പേര് എത്രയോ കാലം പോയി കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം അല്ല KM മാണി സാറുള്ളപ്പോൾ എന്നെ പൂഞ്ഞാറ് സ്ഥാനാർത്ഥി ആക്കിയതാ. എന്നെ കൂടെ ചോദ്യം ഏൽപ്പിച്ചാ, നടന്നില്ലല്ലോ. കഴിഞ്ഞ തവണയും കേട്ടതാ. ഇപ്രാവശ്യം കേൾക്കുന്നുണ്ട്, കേൾവി മാത്രമേ ഉള്ളൂ. ഇതുവരെ സീറ്റ് ഇനി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടട്ടെ. ഇത് സീറ്റ് ഉണ്ടെന്ന് ഉറപ്പാണ് നിങ്ങളെ വിളിച്ച് ഞാൻ പറയാം, ഞാൻ മത്സരിക്കുന്നുണ്ട്, സഹായിക്കണമെന്ന് പറയും. ഇപ്പോൾ ഈ സീറ്റില്ലെന്ന് സീറ്റ് ആകാത്ത സ്ഥിതിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സീറ്റ് ഉണ്ടെങ്കിൽ, രണ്ടാമതൊരു സീറ്റ് ഉണ്ടെങ്കിൽ അന്നേരം എന്നെ പരിഗണിക്കാൻ എൻ്റെ പാർട്ടി തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം ഞങ്ങൾക്കൊരു ലക്ഷ്യമുള്ളൂ, ഞങ്ങളുടെ പാർട്ടി ലീഡർക്ക് ഒരു സീറ്റ് ബേപ്പൂർ ലഭിച്ചിട്ടുണ്ട്. ആ സീറ്റിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ പോരാടും, അദ്ദേഹത്തിൻ്റെയും UDF വിജയത്തിന് വേണ്ടി. അവിടെ ഏതായാലും ബേപ്പൂരിൽ ചെന്നിട്ട് എൻ്റെ പാർട്ടി ലീഡർ മത്സരിക്കുന്ന വേദിയിൽ നിന്ന് എന്നോട് ആരും ഇറങ്ങിപ്പോകാൻ വേദിയിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്നാരും പറയുകയില്ല എന്ന് എനിക്കിതിൽ ബോധ്യമുള്ളതുകൊണ്ട് അത് ഞാൻ പങ്കെടുക്കും. അവിടെ പൂർണ്ണമായും ഉണ്ടാവും. അദ്ദേഹം അവിടെ വിജയിക്കും. അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നടത്തും.